ഇന്നിപ്പോൾ അതല്ല, നമുക്കൊരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു വൈദഗ്ധ്യം വേണമെന്നൊന്നുമില്ല, ആർക്കും എന്തും ചെയ്യാം. അതാ ഞാൻ പറഞ്ഞ മത്തി വെട്ടുന്നതും അത് മോശമാണെന്നല്ല, പക്ഷെ അതുമൊക്കെയാണ്, ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പഴങ്കഞ്ഞി കുടിക്കുന്നതും മുളക് ഞരടി കുടിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്തും, ഇപ്പോഴും അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ മോഡേണായിട്ട് നമ്മൾ പിന്നെ പല കാര്യങ്ങളും അനുഭവിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പം നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയതിലോട്ട് ബർഗറിലും ഒക്കെ പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ റെക്കോർഡിങ്സിലാണെങ്കിലും തന്നെ പണ്ടത്തെയും ഇപ്പോഴത്തെയും കൂടി നോക്കും. അത് പണ്ട് അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ അതായത് നല്ല അനുഭവം ഉള്ളവരെ കൊണ്ട് പാടിക്കത്തുള്ളായിരുന്നു. പാട്ടിനെ സംബന്ധിച്ച് നല്ലതായിട്ട് ശബ്ദം പോകുന്ന, അതായത് 3 സ്ഥായിലും ശബ്ദം നന്നായിട്ട് പോകുന്നവരുടെ ശബ്ദമായിരുന്നു മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. 1. 2, ആ ശബ്ദത്തിന് ഒരു ഗാംഭീര്യമോ എന്ന് വെച്ചാൽ ഒരു ഡെപ്ത് മാത്രമല്ല ഞാൻ പറയുന്നത്, ആ ശബ്ദത്തിൻ്റെ വിന്യാസം എന്ന് പറയും. അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലർക്കും ശബ്ദം എന്ന് പറയുമ്പോൾ ബാസാ പറയുന്നത്. ഹെഡ് വോയിസ്, ചെസ്റ്റ് വോയിസ് എന്നൊക്കെ. യെസ്, അതാണ്.